ചോദ്യം 1. നിങ്ങളെന്റെ ഉപ്പാനെ പറ്റി എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. ബീരാനിക്ക, പ്രമാണി ചമഞ്ഞ് നടക്കുന്ന തിരൂരങ്ങാടിക്കാരൻ എന്റെ ഉപ്പ ഉമ്മർ യഥാർത്ഥത്തിൽ ആരായിരുന്നു? എത്രക്കാരനായിരുന്നു? എന്താ? ഈ കണ്ണിപ്പണിയുടെ ആള് ഇലക്ട്രീഷ്യൻ. ചോദ്യം 2. വളാഞ്ചേരിന്ന് എന്റെ പെങ്ങള് സുഹറ ഭർത്താവുമായിട്ട് പിണങ്ങി എന്താ കുടിയിൽ വന്ന് നിൽക്കുന്നത്? അവിടുത്തെ കാലാവസ്ഥ പിടിക്കാൻ അത്ര തന്നെ. ചോദ്യം 3. ആ ചോദ്യത്തിന് ഉത്തരത്തിന് ഞാൻ മറുപടി പറഞ്ഞോളാം. ചോദ്യം: ഈ എന്താണ് നിക്കാഹ് കഴിക്കാണ്ട് മാറിയും തിരിഞ്ഞും കളിക്കണത്? ആൻസർ: ആമിനെ കെട്ടിച്ചു വിടണം. സൂറാന്റെ കെട്ടിയോനായിട്ടുള്ള കച്ചറ തീർക്കണം. അത്രേ ഉള്ളൂ. നമ്മള് വേണ്ടാത്തൊന്നും പറഞ്ഞില്ല മോനെ. ഈ ഓർഡർ ചെയ്ത പുറ്റു വന്നില്ല. ടീച്ചർ മറന്നു കാണും. ഒന്നുകൂടി ഓർഡർ ചെയ്യും. മറന്നതല്ല, വേവുന്നതേ ഉള്ളൂ. എന്താടാ ബീരാനിക്കായുമായിട്ടൊരു കച്ചറ? കച്ചറൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വെറുതെ നാട്ടുപഞ്ചായത്തൊക്കെ പറഞ്ഞ്. എന്താ മാഷെ, കഴിഞ്ഞ ആഴ്ചത്തെ മൂകാംബിക ട്രിപ്പിന്റെ നാളെ ഒരു എയർപോർട്ട് ഓട്ടം ഉണ്ട്. അതുകൊണ്ട് രാത്രി വരില്ല, അത് ഒഴിഞ്ഞു പോകും. രാത്രി ഓട്ടം ബുദ്ധിമുട്ടല്ലേടാ? അതൊന്നും സാരമില്ല, വരട്ടാ. കാര്യം സ്വജാതിയാണെങ്കിലും പറയേണ്ടത് പറയണല്ല. ഓൻ ആരാണെന്ന് അറിയാമോ? ആരാ? കുഞ്ഞാപ്പൂ. ഓനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സൂക്ഷിച്ചാ ദുഃഖിക്കണമെന്നാണ് നിങ്ങളുടെ ജാതിക്കാർ പറഞ്ഞേക്കണത്. ടീച്ചറെ, പുട്ടിന് വേവ് കൂടിക്കാണോ? ചന്ദ്ര, എടാ ചന്ദ്ര, അല്പന്മാർ അർദ്ധരാത്രിയിലും കുടപിടിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അല്പന്റെ ഉപ്പ. അയ്യോ, മാമനായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. മാമ സാജുറായിന്റെ പഠിത്തത്തിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഓക്ക് സാമൂഹ്യ ശാസ്ത്രത്തിനും ബയോളജിക്കും മാർക്ക് കുറവായിരുന്നു. ഞാൻ ഓളോട് പ്രത്യേകം പറഞ്ഞു നമ്മുടെ കാവുന്തറ പിഷാരടി മാഷിന്റെ അടുത്ത് ട്യൂഷന് പോകണമെന്ന്. അല്ല, പോകുന്നുണ്ടോടി നീ? വിടുന്നുണ്ടോ മാമ? സാമൂഹ്യ പഠനത്തിനും ബയോളജിന്റെ മോക്ക് കിട്ടിയ മാർക്ക് മതി. ജീപ്പ് കയ്യാ വന്ന എന്റെ മോക്ക് മാർക്ക് ഇടണ്ട. അപ്പോഴേക്കും പിണങ്ങിയോ? നല്ല മാർക്ക് വാങ്ങി പാസ്സായില്ലെങ്കിൽ ഒടുക്കം സ്ത്രീധനം ഞാൻ കുറച്ച് കൂടുതൽ ചോദിക്കും. അപ്പ മാമൻ എന്നെ കുറ്റം പറയരുത്. കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിയേക്ക് ആഭാസന്മാര് കാരണം വൈകിടക്കാൻ പറ്റണ്ടായ. ഓഹോ, ഈ മാമേ പണ്ട് ഇതുപോലെ ബിയാത്ത് താത്ത സ്കൂളിൽ പോകുന്ന വഴിക്ക് നിന്ന് കയ്യും കലാശം കാണിച്ചാണ് ബിയാത്ത് താത്താനെ നിക്കാഹ് കഴിച്ച് ഉമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ മാമ, പ്രേമം ഒരു തെറ്റാണോ, വിവാഹം ഒരു കുറ്റമാണോ? പറയൂ. എന്നാ പിന്നെ നീ എന്നെ ഫോൺ വിളിച്ചാ മതി. അങ്ങനെയാണ് എന്നെ ബൂത്ത് വിളിക്കുക. എന്റെ നമ്പർ ഓർമ്മയുണ്ടല്ലോ. സാജറ, നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കരുത്. ചോദിക്കാനുള്ളവർ ഓരോരുത്തരായിട്ട് ചോദിക്കണം. മമ്മൂക്ക ഈയിടെ ഒരു പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുകയും വിവാദപരമായ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു. അതെന്തിനായിരുന്നു അറിഞ്ഞാൽ കൊള്ളാം. ബിനീഷിന്റെ ചോദ്യത്തിൽ തന്നെ തെറ്റുണ്ട്. ഒരു പാർട്ടി യോഗത്തിലല്ല മമ്മൂക്ക പങ്കെടുത്തത്. സുകുമാർ അടിക്കോട്, ഡോക്ടർ അനന്തമൂർത്തി, MT വാസുദേവൻ നായർ തുടങ്ങിയ പ്രമുഖ സാംസ്കാരിക നായകന്മാർ പങ്കിട്ടുള്ള വേദിയാണത്. ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ പേരിലുള്ള വേദിയിൽ നമ്മൾ ഇന്ന് വരെ മമ്മൂക്കയെ കണ്ടിട്ടുണ്ടോ? എന്നാലോ അദ്ദേഹം ഒരു അടിയുറച്ച മതവിശ്വാസിയാണെന്ന് താനും. അതാണ് മമ്മൂക്ക. പിന്നെ നിങ്ങളെയും എന്നെയും പോലെ ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി മൂപ്പർക്കും ഉണ്ടാവില്ല ഒരു അഭിപ്രായം. രാജ്യദ്രോഹപരമായ ഒരു പ്രസ്താവനയൊന്നും മമ്മൂക്ക നടത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സത്യമെന്ന് തോന്നിയത് വെട്ടി തുറന്നങ്ങ് പറഞ്ഞു. അതെ അതെ, ഇന്നത്തെ കാലത്തൊരു സത്യം പറഞ്ഞത് തെറ്റാണോ? നിങ്ങൾ പറ, അല്ലേ? അതെ, ഇപ്പോ അടുപ്പിച്ച് മമ്മൂട്ടി സാർ 4 കോമഡി സിനിമകൾ അഭിനയിച്ചു കഴിഞ്ഞു. ഇനി എന്നാണ് ഒരു ആക്ഷൻ പടം ചെയ്യുന്നത്? ബഷീർ രോഷാകുലനാകരുത്. ദാമോദരൻ മാഷ് തിരക്കഥ എഴുതി തുടങ്ങിയിട്ടുണ്ട്. മാഷിന് തിരക്കഥ പൂർത്തീകരിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കണ്ടേ? 2 വർഷമായില്ലേ നിങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട്? മഞ്ചേരി ദേവകിയിൽ മമ്മൂക്കയുടെ 4ാമത്തെ സിനിമയാണ് 100ാം ദിവസം തയ്ക്കാൻ പോകുന്നത്. ഈ വർഷമെങ്കിലും നിങ്ങൾ മമ്മൂക്കയെ മഞ്ചേരി കൊണ്ടുവരൂ, അതിപ്പറയണം. സുഹൃത്തുക്കളെ, പുന്നമടക്കായൽ നീന്തി കിടക്കുന്നതിനേക്കാൾ ശ്രമകരമായ ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എങ്കിലും ശ്രമിക്കാം. തന്നെ നിറകൊണ്ട വേനലിൽ എന്തെങ്കിലും ഒരു ഇടമഴ പെയ്യാണ്ടിരിക്കില്ല. മഴ പെയ്താൽ എന്തെങ്കിലും ഒന്ന് മുളച്ചുണ്ടാകാണ്ടിരിക്കില്ല.
അങ്ങനെ മുളച്ചുണ്ടായാൽ അതുമായിട്ട് അവിടെ വന്ന് എന്റെ അണ്ണാക്കിലേക്ക് തിരികെ തരാതിരിക്കില്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഇനി അതും കേട്ടിരിക്കാൻ പുരുഷു രണ്ടാമത് ജനിക്കണം. കണ്ണീരും കൈയുമായിട്ട് പണം പലിശയ്ക്ക് വാങ്ങാൻ വരുമ്പോ സകല നായിന്റെ മക്കൾക്കും പുരുഷു ദൈവമാണ്. ഭയങ്കര ഭയഭക്തി ബഹുമാനം. കാശും വാങ്ങിപ്പോയി അവനവന്റെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പരുന്ത് ബ്ലേഡ് കൊടുവാട് കൊള്ള പലിശക്കാരൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ സൂര്യാസ്തമനം എന്നൊന്നുണ്ടെങ്കിൽ അവിടെ എന്റെ മേശപ്പുറത്ത് എന്റെ മുതലും പലിശ ഉണ്ടാവണം. പണത്തിന് മീതെ പരുന്ത് പറക്കൂല, പക്ഷേ പുരുഷു പറക്കും, പറന്നിറങ്ങും. അതാണ് പരുന്ത് പുരുഷോത്തമൻ. കട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്തത് കൊണ്ടോട്ടിന്ന് കുഞ്ഞാപ്പവും ചന്ദ്രനും ഒക്കെ വന്നിട്ടുണ്ട്. റസാക്കെ, പപ്പനോട് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഫിലിം എടുത്ത് വെക്കാൻ പറ. ലോകന്മാർ അതടിച്ചിട്ട് പോകും. ഇവരാണോ ഫിലിം പെട്ടി തട്ടിക്കൊണ്ടുപോയ പാർട്ടികള്? ആ കൂളിംഗ് ഗ്ലാസ് വെച്ച് നിൽക്കുന്നില്ല, അവനാണ് കുഞ്ഞാപ്പു. കണ്ടടാ, അവന്റെ നിപ്പും ഭാവമൊക്കെ ഉണ്ടാ തോന്നും അവനാണ് മമ്മൂട്ടിയെ സ്റ്റാർ ആക്കിയത്. ഇവൻ നമ്മുടെ പുളിയാങ്കുന്നിലെ നബീസുമാന്റെ മോനാ. ആള് മഹാജഗല. നിങ്ങളുടെ ഫാനാവാൻ പറ്റിയ ആളാ. മൊറയൂർ ഹൈസ്കൂളിൽ ഇവന്റെ 10ാം ക്ലാസ്സിലെ മാർക്ക് ഇതുവരെ ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ഹൈ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിട്ടും ജീപ്പ് ഓടിച്ച് നടക്കുക. പിന്നെ ഞാൻ നിർബന്ധിച്ചാണ് ഈ കൊല്ലം BA കറസ്പോണ്ടൻസ് കോഴ്സിന് ചേർത്തത്. ഇല്ലടാ, അതെ, അതൊക്കെ നല്ല കാര്യം നമുക്ക്. ഇക്കയുടെ സിനിമ വല്ലതും മോശമായ എന്നെ വിളിച്ച് ചീത്ത പറയും. ഇവൻ ആവേശം കയറിയ സിനിമയിലെ മമ്മൂട്ടിയേക്കാളും കഷ്ടമാണ്. വെറുതെ ആവശ്യമില്ലാതെ നാട്ടുകാരെ ശത്രുത മുഴുവൻ വലിച്ചു വയ്ക്കും. അപ്പോ ഫാൻസുകാരെ പറഞ്ഞു വിടുന്നോ അതോ നമ്മൾ സീൻ വായിക്കുന്നോ? ഫാൻസുകാർ കഴിഞ്ഞിട്ടേ നമുക്ക് എന്തോ ഉള്ളൂ. ഒരു പടം കഴിഞ്ഞാൽ താൻ വേറെ ആളെ അന്വേഷിക്കും. അവന്മാർ എന്നും ഉണ്ടാവും നമ്മുടെ കൂടെ. ഞാനവരൊന്ന് പറഞ്ഞു വിട്ടു. എങ്കിൽ ശരി. എന്ത് പുലിവാല് പറ്റാടാ ഇപ്പൊ വൺ വന്നിരിക്കുന്നത്? വേ ടിക്കറ്റിന്റെ 100ാം ദിവസം മമ്മൂക്കെ മഞ്ചേരിയിലേക്ക് ക്ഷണിക്കാൻ വന്നത്. നടന്നതന്നെ. ആ ശരി, ഓക്കെ, ഞാൻ വിളിക്കാം. ഞങ്ങള് എല്ലാവരും ഉണ്ട്. മനുഷ്യന്റെ മനസമാധാനം കെടുത്താൻ ഇപ്പൊ എന്ത് പ്രശ്നമായിട്ടാണ് വന്നിരിക്കുന്നത്? നീയൊക്കെ ആരാന്നാ നിന്റെയൊക്കെ വിചാരം? തെമ്മാടികളോ അതോ തെരുവ് കൊണ്ടാണോ? എടാ, സംഘടനാ പ്രവർത്തനത്തിലായാലും ശരി, വ്യക്തി ജീവിതത്തിലായാലും ശരി, ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. അത് ആദ്യം പഠിക്കും. അല്ല മമ്മൂക്ക, മഞ്ചേരിയിൽ പോസ്റ്റർ ഒട്ടിച്ചിട്ട് മലപ്പുറത്ത് റിലീസ് ചെയ്താ പിന്നെ ഞങ്ങള് മഞ്ചേരി പോസ്റ്റർ ഒട്ടിച്ചിട്ട് മലപ്പുറത്ത് റിലീസ് ചെയ്യാൻ പാടില്ലെന്ന് വല്ല നിയമമുണ്ടോ? എടാ, ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ തീരുമാനിക്കും ഈ പടം എപ്പോ എവിടെയൊക്കെ റിലീസ് ചെയ്യണമെന്ന്. അന്ന് അവിടെ ഇരുന്ന് CA ഞാൻ പറയുന്ന പോലെ കേട്ടു. എല്ലായിരുന്നെങ്കിലോ? ഞങ്ങള് ജയിലിൽ കിടന്നേനെ. മറ്റാർക്കും വേണ്ടിയല്ലോ, മമ്മൂക്കയ്ക്ക് വേണ്ടിയല്ലേ. അഹങ്കാരി. എടാ, ആളുകളെ കൊണ്ട് നല്ലതെന്ന് പറയിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. ചീത്ത എന്ന് പറയിപ്പിക്കാൻ ഈ സമയം മതി. എന്നാ നിന്റെ പരീക്ഷ? ഒക്ടോബറിലാ. ഇതിപ്പോ ഓഗസ്റ്റ്. പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായാലും എന്റെ കൺവെട്ടത്ത് കണ്ടുപോരുത്. ഞങ്ങൾക്ക് വരാവോ? നല്ലൊരു തമാശ. എന്താണ് നിന്റെ വയറ് വീർത്തിരിക്കുന്നത്? വയറ് നിറച്ച് ലിവറാ. എന്തിന്റെ പോത്തിന്റെ? അല്ല, അത് വൺ വേ ടിക്കറ്റിന്റെ 100ാം ദിവസം മമ്മൂക്കായെ മഞ്ചേരിക്ക് കൊണ്ടുവന്നേക്കാമെന്ന് അവിടുത്തെ നാട്ടുകാർക്ക് ഞങ്ങൾ വാക്ക് കൊടുത്താ വന്നിരിക്കുന്നത്. അല്ലടാ, വാക്കുകൊടുത്ത നിങ്ങളല്ലേ? ആ. ഞാനല്ലോ. നീ എന്താടാ പഴം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്? നിനക്കൊന്നും പറയാനില്ലേ? അത് പറയാൻ സമ്മതിക്കില്ലല്ലോ മമ്മൂക്ക. സമ്മതിക്കില്ല. ആര്? 100ാം ദിവസം മമ്മൂക്ക വന്നേ പറ്റൂ. ഞാൻ വരുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്തവണ എന്താ പരിപാടി? ഇത്തവണ ഞങ്ങൾ 5 വീട്ടുകാർക്ക് ഓട് മേഞ്ഞു കൊടുക്കുന്നുണ്ട് മമ്മൂക്ക. അപ്പൊ ഹോസ്പിറ്റൽ സർവീസ് ഒക്കെ നിർത്തിയോ? അത് 2 വർഷമായിട്ട് നടക്കല്ലേ. എല്ലാ വെള്ളിയാഴ്ചയും ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നിർദ്ധനരായ രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം കലാഭൂമണിയല്ലേ ഉദ്ഘാടനം ചെയ്തത്? മമ്മൂക്ക് ഓർക്കുന്നില്ലേ? ഇതിനൊക്കെ കാശ് എവിടുന്ന? കാശ് ഞങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ സേവനം ചെയ്യാനുള്ള വരുമാനമൊക്കെ നിങ്ങൾക്കുണ്ടോ? കാശ് തരാൻ ഒരുപാട് ആൾക്കാരുണ്ടോ മുക്ക? പിരിവിനിറങ്ങാത്തൊരു കുഴപ്പമുള്ളൂ. അല്ല മുക്ക, ഈ പടം ഫാമിലിയാണ്. ഇല്ല, ഫാമിലി ഇല്ല. ഞാൻ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ. അല്ല, കുടുംബകഥയാണെന്നാ ചോദിച്ചത്. കുടുംബകഥയാണോന്നറിയില്ല. കുടുംബത്തിന് കാണാൻ കൊള്ളാവുന്ന കഥയാണെന്ന്. ഇക്കൊല്ലം ഞങ്ങൾക്ക് ഒരു ആക്ഷൻ വേണം. ആക്ഷൻ നിങ്ങൾ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. എങ്ങനെയുണ്ടാ നിന്റെ വെള്ളോടിയൊക്കെ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ലേക്ക. അങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ കൊണ്ടോട്ടിന്ന് ഒരു ബാറിന്ന് ഒരു തുള്ളി കള്ളു പോലും ആരും എനിക്ക് തരത്തില്ല. അതിനുള്ള ഏർപ്പാടൊക്കെ മമ്മൂക്ക ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ദുബായിൽ നിന്റെ അളിയന്റെ കത്തൊക്കെ വരാറുണ്ടോ? അവരുടെ വീട് പണിയാ വണ്ടൂര്. വിളിക്കുമ്പോഴൊക്കെ മമ്മൂക്കാക്ക് തരാനുള്ള കാശിന്റെ കാര്യം മറിച്ചില്ല. പിന്നെ അവര് പറയട്ടെ, അവർക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടേ? അതും കൊടുക്ക്. കുറച്ച് ചിപ്സാ നമ്മുടെ ഇസ്മയിലിന്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച. എല്ലാവർക്കും കൊടുക്ക്. മുഴുവൻ തീർത്തില്ലേ ബാക്കി ജോർജിനെ ഏൽപ്പിച്ചാൽ മതി. നമുക്ക് ഷോർട്ട് അടി. അപ്പൊ കാണാം. അല്ല മമ്മൂക്ക, അത് 100ാം ദിവസം ഫംഗ്ഷന്റെ കാര്യം ഡേറ്റിന് ജോർജിനെ വിളിച്ചു പറഞ്ഞാൽ ഫ്രീ ആണെങ്കിൽ ഞാൻ വരാം. വാടാ.